ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോവാം. ഒരു വെളുപ്പിന് ഒരു 1 മണി 2 മണി ആ ഒരു ടൈമാണ്. ആ ടൈമിൽ ഒരു ട്രക്ക് ഫ്രണ്ടിൽ കൂടെ പോവുക. അപ്പോൾ ഞാൻ പതുക്കെ ഈ ട്രക്കിനെ അങ്ങനെ ഓവർടേക്ക് ചെയ്തങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ട്രക്ക് ഓടിച്ചിട്ടിരുന്ന ആൾക്ക് എന്തോ ഞാനങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പുറകെ ഹോൺ അടിച്ചൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ചേസങ്ങ് തുടങ്ങി. പിന്നെ അപ്പോൾ രാത്രിയാണല്ലോ, അപ്പോൾ വലിയ ഗതാഗതമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി 2 തവണ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞാനൊന്ന് സ്ലോ ആയി, പുള്ളി പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മുമ്പേ പോയ ട്രക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ പുറകെ വരാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുക. അതായത് ഒരു ചേസ് തരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും അങ്ങ് കൂട്ടി പോയി. ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയി. കുറേ ദൂരം ഈ ഞാൻ ഫ്രണ്ടിൽ, ഈ ട്രക്ക് പുറകിൽ, ഇവൻ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 2 തവണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓവർടേക്ക് ചെയ്തു. ഞാനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് എൻ്റെ ഈ മൊട്ടത്തല അവൻ മേളിൽ നിന്ന് താഴ്ന്ന് കണ്ടു. ഇവന് മനസ്സിലായി ഇത് ഞാനാണ് എന്നുള്ളത്. ഇദ്ദേഹം എൻ്റെ ഈ വീഡിയോ കേട്ടോണ്ടാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ശബ്ദത്തിൻ്റെ ഉടമയ്ക്കിട്ടാണ് ഈ പുള്ളി പണിതുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം കാഞ്ഞിരപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഞാൻ വിട്ടുപോകുന്നു മനസ്സിലായപ്പോഴത്തേക്കും ഒരു വിധത്തിൽ എന്നെ വന്ന് ഓവർടേക്ക് ചെയ്ത് പിടിച്ച് നിർത്തി. ഇപ്പം ട്രക്ക് കാലി ട്രക്കാണ്, അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്ര സ്പീഡിൽ വരാൻ പറ്റിയത്. അപ്പം കീ അടിക്കുന്നുണ്ടപ്പോൾ ഇവൻ കയറി പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു. കയറി പോയി കഴിഞ്ഞിട്ട് പുള്ളി വന്ന് ക്രോസ് ചെയ്ത് കൊണ്ടങ്ങ് നിർത്തിയപ്പോൾ ഞാൻ ഓർത്തു തല്ല ഉറപ്പാവും, ഇവൻ ചാടി അങ്ങ് ഇറങ്ങി. അപ്പം ഞാൻ എന്ത് വന്നാലും ഈ ഡോറ് തുറക്കരുത് എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ താത്താൻ പറയുമ്പോൾ ഞാൻ താത്തൂല, ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, മൊബൈൽ എടുത്തിട്ട് ഞാൻ ഏതൊരു വീഡിയോ ഞാനിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പം മനസ്സിലായി ഇത് നമ്മളെ അറിയാവുന്ന ആളാണ്. മനസ്സിലാവുമ്പോൾ അതൊക്കെ താത്തവൻ പറഞ്ഞു, സാറിൻ്റെ ഈ വീഡിയോ കേട്ടിട്ടാണ് ഞാനിത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ കേട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ ഈ ചേസ് നടന്നത്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ എൻ്റെ ഈ തല ഈ പരുവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും ഈ പുള്ളിയെ പോകുന്നുള്ളത്.